സംഘിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. റോബിൻ ചേട്ട എന്ന് വിളിച്ച നാവ് കൊണ്ട് റോബിൻ ചാണകമേ എന്ന് നീ വിളിപ്പിക്കരുത് എന്ന് പറഞ്ഞ് നാട്ടുകാർ. ഇതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോബിൻ ഇന്നലെ ഇതിൽ പ്രതികരിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൊല്ലത്തൊരു സീറ്റ് കിട്ടുമോ റോബിന് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം. കാരണം കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വരുന്നുള്ള കുറേ കോൺസ്പിറസീസൊക്കെ കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ അല്ല. പിന്നെ കുറച്ചായിട്ട് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ പേര് അത് കുറച്ചായി. ഉണ്ണി മുകുന്ദൻ BJP ആണ്, ഉണ്ണി മുകുന്ദൻ സംഘിയാണ്, ഉണ്ണി മുകുന്ദൻ പാലക്കാട് മത്സരിക്കുന്നുള്ള പറഞ്ഞുള്ള സംഗതികളൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ എവിടെയും ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ പൊളിറ്റിക്കൽ ലീനിങ് തുറന്നു പറഞ്ഞിട്ടില്ല. അയാളുടെ രാജ്യസ്നേഹം, അയാളുടെ മോദിയോടുള്ള സ്നേഹം, അങ്ങനത്തെ കാര്യങ്ങളെ അയാൾ പറഞ്ഞുള്ളൂ. അല്ലാതെ സംഘിയാണ് സ്വയം, അല്ലെങ്കിൽ ഞാനൊരു BJP പ്രവർത്തകനാണ് അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിൽ എവിടെയും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല. പൊളിറ്റിക്കൽ ലീനിങ് എവിടെയും പറയാത്തൊരു വ്യക്തിയാണ്. ബട്ട് കൊണ്ടുപോയി കിട്ടുന്നത് സംഘപരിവാറിൻ്റെ BJPയുടെ തൊഴുത്തിലാണ് ഉണ്ണി മുകുന്ദനെ കുറച്ച് കാലമായിട്ട്. അടുത്തത് അഖിൽ മാരാർ. അഖിൽ മാരാർ കോൺഗ്രസ്, കൃത്യമായിട്ടുള്ള കോൺഗ്രസ് ആശയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, പൊളിറ്റിക്കൽ ലീനിങ് ടുവേർഡ്സ് കോൺഗ്രസ് പാർട്ടിയോടുള്ള ആ ആശയത്തോടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അഖിൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഇലക്ഷനിൽ അഖിലിനൊരു ടിക്കറ്റ് കിട്ടുമെന്നുള്ളതും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. പക്ഷേ അത് ചാൻസ് വളരെ കുറവാണ്. പല സ്ഥലങ്ങളിലും അഖിൽ തന്നെ പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയായി വരാനുള്ള കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ പോട്ടെ എന്നുള്ള രീതിക്കാണ് അഖിൽ എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് സെക്ടറിൽ നിൽക്കുന്ന ഒരു ഫേസിന്, ഒരു സെലിബ്രിറ്റി ഫേസിന് പൊളിറ്റിക്കൽ ലീനിങ് പുറത്ത് കൃത്യമായി പറയാൻ ലേശം പാടുണ്ടാവും. അവർ പറയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു ബാക്ക്ലാഷ് അത് ഭയങ്കര അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കത് സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥയോ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും പലരും ഓരോ പൊളിറ്റിക്കൽ ലീനിങ് പറയാതെ അവരങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോകും. ഇവിടെ പെട്ടെന്നാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ BJP കാർഡിൽ എന്നുള്ള ചർച്ചകൾ മുറുകുന്നത്. അതിന് പ്രധാനമായ കാരണം കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ത് ചെയ്തു, ഇവിടെ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ഒരു ഫോട്ടോ ഷെയർ ചെയ്തു. അതിൽ ജസ്റ്റ് രാജീവ് ചന്ദ്രശേഖർ എന്ന് എഴുതിയിട്ട് ഒരു ഹാർട്ടും പിന്നെ കയ്യിൽ മറ്റേ സ്ട്രെങ്ത്തും എന്നുള്ള ഒരു സിമ്പലൊക്കെ ഇട്ടിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഈ രീതിയിൽ കൊല്ലത്ത് ഒരു സ്ഥാനാർത്ഥിയായി റോബിൻ വരും എന്നുള്ള രീതിയിലുള്ള കുറേ ന്യൂസുകളൊക്കെ സ്പ്രെഡ് ആവുന്നു. മാസീവ് അൺഫോളോ, മാസീവ് കമൻറ്റ്സ്. അതായത് ഇത്രകാലം ഞങ്ങൾ നിന്നെ കണ്ടിരുന്നത് അങ്ങനെയല്ല മോനെ, നീ ചാണകക്കുഴിയിൽ വീണു, നീ ചാണകമായി, അങ്ങനെ നീ സംഘിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ചെങ്ങായിൻ്റെ ഇൻബോക്സ് നിറച്ച ആൾക്കാരെ അങ്ങോട്ട് തൂക്കി. അതോടുകൂടി റോബിൻ ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. നമുക്ക് ആദ്യം റോബിൻ്റെ വീഡിയോ ഒന്ന് തുടങ്ങാം, പിന്നെ നമുക്ക് ഉണ്ണി മുകുന്ദനിലേക്ക് പോവാം, പിന്നെ നമുക്ക് അഖിൽ മാരാരുടെ കേസ് പറയാം. ഓക്കെ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറ്റിവെക്കി ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയ സാഹചര്യം എടുത്ത് നോക്കിയാൽ കേരളത്തിൽ എസ്പെഷ്യലി BJPയോടും പിന്നെ ഹിന്ദുത്വ എന്ന് പറഞ്ഞ ടാഗിനോടും BJP മുന്നോട്ട് വയ്ക്കുന്ന RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഒരുതരം എന്താ പറയുക എക്സ്ട്രീം ഫേസ് ഉണ്ട്. അതിനോട് കേരളത്തിലെ മലയാളികളുടെ ഒരു മോസ്റ്റ് മെജോറിറ്റിയും എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒപ്പം നാളെ ആര് പോയി ഫോട്ടോ ഇട്ടാലും ആ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവർ മാത്രമേ കൈയടിക്കൂ. ആ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിന് ഒട്ടും താല്പര്യമില്ലാത്തവർ എപ്പോഴും എന്ത് ചെയ്യും, അതിൽ തിരിച്ചൊരു നെഗറ്റീവ് സൈഡിൽ അവർ കമൻ്റ് ഇട്ട് പോകും. ഓക്കെ. പിന്നെ ഇത്രകാലം രാഷ്ട്രീയം പറയാത്തൊരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാത്തത് കൊണ്ടോ അല്ല ആളുകൾ റോബിനെ ആക്സെപ്റ്റ് ചെയ്തതും റോബിൻ്റെ ഒപ്പം കൂടിയതും. റോബിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സെക്ടറിനകത്തുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോവിനകത്ത് റോബിൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അതിനുശേഷമുള്ള റോബിൻ്റെ ബാക്കി ഇതൊക്കെയാണ് കാരണം. മനസ്സിലായോ? അല്ലാതെ അതിനകത്ത് എവിടെയും റോബിൻ്റെ ഒപ്പം കൂടിയ കൂട്ടത്തിന് റോബിൻ്റെ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ റോബിൻ്റെ രാഷ്ട്രീയം എന്താണെന്നോ അറിയാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. റോബിൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. റോബിൻ അതിനെക്കുറിച്ച് എവിടെയും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല.
ഓക്കെ, ഇപ്പോഴാണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റോബിന് മനസ്സിലാവണം കറൻറ്റ് സിനാരിയോ, കറൻറ്റ് സിറ്റുവേഷൻ. കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ BJP സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക്ലാഷ് ഉണ്ടാവും. കാരണം ഇന്ത്യ ഒട്ടാകെ BJP RSS സംഘപരിവാർ കാട്ടുന്ന ഒരു തരം രാഷ്ട്രീയമുണ്ട്. അതായത് തീവ്ര ഹിന്ദുത്വ മുന്നോട്ട് വെച്ച് അതിൽ നിന്ന് ആളുകളെ മറ്റു മതസ്ഥരുമായിട്ട് വേർതിരിച്ച് നമ്മുടെ സെക്യുലറിസത്തിനെ ഒരു തരം വെട്ടിക്കീറിയുള്ള ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ കോൾ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എപ്പോഴും റോബിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതുവരെ രാഷ്ട്രീയം പറയാതെ പെട്ടെന്ന് വന്ന് രാഷ്ട്രീയം പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഇതിപ്പോൾ വിജയ്, നടൻ വിജയ്, ദളപതി വിജയുടെ ഒരു രാഷ്ട്രീയ എൻട്രി ഇപ്പം നടക്കുന്ന സിനാരിയോസൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. വിജയ് ആസ് എ നടൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അവൻ ആർട്ടിസ്റ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അയാളുടെ രാഷ്ട്രീയ സൈഡ് വരുമ്പോൾ ഓരോ പേഴ്സണും അയാൾക്ക് അയാളുടേതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാവും, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ടാവും. ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ഐഡിയോളജി ആയിട്ട് അവർ ചേർന്ന് വെക്കാൻ താല്പര്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ആ നടൻ എന്നുള്ള വാല്യൂ ഒന്ന് മാറിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷൻ അയാൾ മാറിയിട്ട് വേറൊരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഡയമെൻഷനിലേക്ക് വരുമ്പോൾ വിജയെ സിനിമ കണ്ട് ജയിപ്പിച്ച് വിജയെ സിനിമയിൽ ആരാധിക്കുന്നവർ ചിലപ്പോൾ വിജയ്ക്ക് ഇപ്പുറത്ത് വോട്ട് ചെയ്യാത്തൊരവസ്ഥ വരും. ദിസ് ഹാപ്പൻ ടു എ ലോട്ട് ഓഫ് സെലിബ്രിറ്റീസ്. ഇത് കുറേ ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്, ലിവിങ് എക്സാമ്പിളാണ് ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂർ വേണം എന്ന് പറഞ്ഞ് കുറേ നടന്നു, ആരും കൊടുത്തില്ല. പിന്നെ അയാൾ അതിനു വേണ്ടിയുള്ള എല്ലാ പണിയെടുത്തു, അതിനുള്ള ഗിമിക്കുകളൊക്കെ ചെയ്തു കൂട്ടി. ലാസ്റ്റ് ബാക്കിയുള്ള പാർട്ടിക്കാരും സ്ഥാനാർത്ഥികളും പിന്നെ ഇവിടെ ഭരിക്കുന്ന കപ്പിത്താനും ടീമും എല്ലാവരും കൂടിയും വെറുപ്പിച്ച് കയ്യിൽ കൊടുത്തോട് കൂടിയിട്ട് ഇന്ന് ഇവനൊരു കാർഡ് കൊടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് നാട്ടുകാർ ജയിപ്പിച്ച് വിട്ടു. ഇപ്പം തമ്പുരാനായി നാട്ടുകാരുടെ തലയിൽ കൂടി വിലസി നടക്കുകയാണ്. കേരളത്തിൽ എപ്പോഴും ഒരു ബാഡ് എക്സാമ്പിളെ BJP സെറ്റ് ചെയ്തിട്ടുള്ളൂ, ഒരു ഗുഡ് എക്സാമ്പിൾ സെറ്റ് ചെയ്തത് വളരെ കുറവാണ്. ഈവൻ ലീഡേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലടക്കം ശശികര, സുര, അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് ഇവിടെ, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ ഇരുന്നു കൊണ്ട് അത് ഇതുവരെ പൊളിറ്റിക്സ് പറയാത്ത ഒരാൾ പെട്ടെന്ന് ഒരു സെലിബ്രിറ്റി മുഖം വന്നിട്ട് പറയുകയാണ് ഞാൻ BJP ആണ്. ഇപ്പോൾ KPൻ്റെ അവസ്ഥയൊക്കെ അറിയാം നമുക്ക്, കൃഷ്ണകുമാറിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് അതിനിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാർ പൊങ്കാലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ദെയർ റീസൺസ്. നിങ്ങൾക്ക് BJP പോകാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റീസൺ ഉണ്ട്, അതുപോലെ അവർക്കും അവരുടേതായ റീസൺ ഉണ്ട്. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രം ഇടാൻ പാടുമെന്നൊന്നും പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയും. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരാളാണ്. പിണറായി വിജയൻ്റെ ഈ തെമ്മാടി ഭരണത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരാളാണ് ഞാൻ. പിണറായി വിജയനെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെയൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ട് പോകാറുണ്ട്. ആ തെറി വിളിച്ച് പോകുന്നവരോടൊക്കെ ഞാൻ പോയിട്ട് എന്നെ തെറി വിളിക്കുന്നത് എന്തിനാ, അങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് കാര്യമില്ല. കാരണം സോഷ്യൽ മീഡിയ ആണ് ഇവിടെ, ഇതാണ്. ഈവൻ ഈ വീഡിയോ ആണെങ്കിൽ പോലും ഫോർ മീ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ രാധാകൃഷ്ണൻ ഹാസ് ഡിക്ലയർഡ് ഹിംസെൽഫ്. ഞാൻ BJP, ഞാൻ സംഘിയായി, എന്നെ നിങ്ങളെടുത്തോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഹെയ്റ്റ് വന്നാലും ഫ്രം ദ അതർ സൈഡ് ഭയങ്കര മാസീവ് സപ്പോർട്ട് വരും, മനസ്സിലായോ? BJP സൈബർ വിങ് ആണ് അക്കോർഡിംഗ് ടു മീ ഇന്ത്യയിലെ ദ ടോപ്പ് സൈബർ വിങ്. കേരളത്തിലും ഇപ്പോൾ ദേ റൂൾ. അവർ ഭയങ്കരമായിട്ടുള്ള അവരുടെ സൈബർ വിങ് ഭയങ്കര ടഫാണ്. അത് പണ്ട് ഈ സാധനം ഉണ്ടായിരുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ കയ്യിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈബർ വിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഇരുന്നു പോയി. ഇപ്പോൾ കോൺഗ്രസിന് ഒരു പരിധി വരുന്നുണ്ട്, ബട്ട് ഈ BJPൻ്റെ വേറെ ലെവലാണ്. ഇവരുടെ ഈ ഒരു സ്ട്രാറ്റജീന് എന്താ അറിയോ, നെഗറ്റീവ് എന്നാണ്. അവർക്ക് കമൻറ്റ് ബോക്സിൽ തെറി വരണം, ചീത്ത കേൾക്കണം, ഇൻട്രാക്ഷൻ കൂടിയാൽ മതി. അത് തന്തയ്ക്ക് വിളിച്ചിട്ടോ തള്ളയ്ക്ക് വിളിച്ചിട്ടോ ആയാലും കുഴപ്പമില്ല, ഇൻട്രാക്ഷൻ കൂടിയാൽ മതി. പല BJP സെല്ലുകളും, ഇപ്പം ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ടാഗിലിരിക്കുന്ന ഒരാളാണ്, ക്രിയേറ്റർ ടാഗിലിരിക്കുന്ന ഒരാളാണ്. നമ്മളെപ്പോലുള്ളവരെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ്റെ സമയത്ത് കുറച്ച് മുമ്പ്, നിങ്ങൾ BJPക്ക് എതിരെ വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞ് BJPക്കാർ തന്നെ വരും. ആൻഡ് ദേ ആർ റെഡി ടു പേ. ഒരു വീഡിയോക്ക് 2 ലക്ഷം 1.5 ലക്ഷം വെച്ച് തരാൻ അവർ റെഡിയാണ്, മനസ്സിലായോ? അവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി മതി. ഒരാളിരുന്ന് BJPക്ക് എതിരെ പറഞ്ഞാലടക്കം അയാളെ ഫണ്ടഡ് ആൻഡ് ഫീഡഡ് ആക്കും.
അവരങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവർക്ക് വാട്ട് എവർ ബി ജെ പി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യണം കേരളത്തിൽ മൊത്തം. ബി ജെ പി സംഘപരിവാർ ബി ജെ പി ഇതിങ്ങനെ പോകണം. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജി സോഷ്യൽ മീഡിയയിൽ എടുക്കുന്ന ബി ജെ പി സെല്ലിന്, സൈബർ സെല്ലിന്, റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് ഇതേപോലെ നെഗറ്റീവ് കമൻറ്റ് വന്നു, അതിന് പ്രതികരിക്കാൻ വരുന്നു, അതിനടിയിലും നെഗറ്റീവ് വരുന്നു. പല നെഗറ്റീവ്സും ഇടുന്നത് ഇതേ ബി ജെ പിയുടെ സൈബർ സെല്ല് ഒരു മുസ്ലിം നാമധാരിയുടെ പേരെടുത്തിട്ടായിരിക്കും. സംഭവിക്കുന്നുണ്ട് ഇവിടെ. ഇറ്റ്സ് റിയലി ഹാപ്പനിങ്. ചില കേസുകളിൽ നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ ചെയ്യാൻ വരുമ്പോൾ ചില കണ്ടന്റിന്റെ ബാക്കിലൊക്കെ പോയി നോക്കുമ്പോൾ പേരും പ്രൊഫൈലും മുസ്ലിം ആയിരിക്കും. പെർട്ടിക്കുലർ ആ ഒരു പേജ് ഹാൻഡിൽ ചെയ്യുന്നത് വേറൊരാളായിരിക്കും. ആൻഡ് ദാറ്റ് ബിലോങ്സ് ടു എ സൈബർ കമ്മി സെൽ, അല്ലെങ്കിൽ ഒരു കൊങ്ങി സെൽ, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ സംഗി സെൽ, അല്ലെങ്കിൽ ഒരു ഹിന്ദു. ഇപ്പം അങ്ങനെയാണല്ലോ. ഒരു മുസ്ലിം നാമധാരിയുടെ പേരിട്ടിട്ട് ഒരു ഹിന്ദു നാമധാരിയെ പോയി തെറി വിളിക്കുന്നു. അപ്പോൾ ഒരു സുഡാപ്പി വന്ന് ഇപ്പുറത്ത് ഒരു ഹിന്ദു നാമധാരിയെ ഒരു സംഘിയെ തെറി വിളിച്ചു എന്നുള്ള ഡയമെൻഷനിലൊക്കെ ഈ സാധനം കൊണ്ടുപോവുക. ദിസ് ഓൾ ആർ ലൈക്ക് പ്ലാനിങ് ആൻഡ് പ്ലോട്ടിങ്. ഇന്ന് വരെ കേരളത്തിൽ നമ്മളെ ആരും കാണാത്ത ഒരു തരം പൊളിറ്റിക്കൽ ഗിമിക്, പൊളിറ്റിക്കൽ ട്രിക്കുകളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഈ ഒരു പെർട്ടിക്കുലർ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആണ് എന്നാണ് ഈ റോബിൻ്റെ വീഡിയോ, അല്ലെങ്കിൽ റോബിൻ്റെ ഈ ഒരു രാഷ്ട്രീയ ഫേസ്. അത് റോബിനെ പോലെ ഒരുപാട് പേര് വരുന്നുണ്ടോ. പിന്നെ റോബിൻ്റെ പേഴ്സണൽ താല്പര്യമാണ് ഇതൊക്കെ. നമുക്ക് ചോദ്യം ചെയ്യാനോ പറയാനൊന്നും നമുക്കതിനുള്ള റൈറ്റ്സ് ഇല്ല. അയാളുടെ പേഴ്സണൽ താല്പര്യം. പക്ഷെ അയാൾ പബ്ലിക്കായിട്ടൊരു സാധനം ഇടുമ്പോൾ അതിനിടയിൽ കമൻറ്റ് ഇട്ട് പോകുന്നവർ അവരുടെ റൈറ്റ്സിൽ അവർ കമൻറ്റ് ഇട്ട് പോകും, അല്ലെങ്കിൽ ഇവനെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കണം. ബാക്കിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ നിലപാടും അതെല്ലാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്, ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് BJP പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? ഞാൻ സംഖ്യ ഒരിക്കലും ആവില്ല, ആവാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നും ഒരു സംഘപരിവാർ ഐഡിയോളജിയെ എതിർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നെ മങ്കി എന്ന് വിളിച്ചാലും നിങ്ങൾ സംഘി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ അടിയുറച്ചു കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ലൈഫിൽ ഒരു സ്റ്റേജിലും സംഖ്യ ആവില്ല എന്ന് ഉറപ്പ് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ എനിക്ക് പറയാം, ഇതുപോലെ തന്നെ റോബിന് പറയാം ഞാനൊരു സംഖ്യയാണ് എന്നുള്ളത്. റോബിനത് പറഞ്ഞു. ഐ റെസ്പെക്റ്റ് യു മാൻ, ഐ കംപ്ലീറ്റ്ലി റെസ്പെക്റ്റ് യു. കേരളത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് വെച്ചിട്ട് ഇവിടെ സംഖ്യയാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹാർഡസ്റ്റ് തിങ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഞാനൊരു സുഡാപ്പിയാണ്, ഞാനൊരു കമ്മിയാണ്, ഞാൻ കൊങ്ങിയാണ്, ഞാനൊരു ക്രിസംഖിയാണെന്ന് പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് വലിയൊരു ബാക്ക്ലാഷ് കിട്ടില്ല സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ് ബോക്സിലോ നിങ്ങളെ സോഷ്യൽ മീഡിയ ഓഡിറ്റ് ചെയ്യുന്ന ആളുകളുടെ ഇടയിലോ നിങ്ങൾക്ക് ഒരു ഹെയ്റ്റ് വരില്ല. നിങ്ങൾക്ക് തെറിവിളി കേൾക്കേണ്ട ഒരു അവസ്ഥ വളരെ കുറവായിരിക്കും, ഹെയ്റ്റും കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ വന്നിട്ട് പറയുകയാണ് ഐ ആം എ സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലിറ്ററലി എയറിലായിരിക്കും. കീഴിറങ്ങ് തമ്പി എന്ന് അടിയിലിരുന്ന് രണ്ടാളെ കൊണ്ട് നിങ്ങൾ കൂലിക്ക് കൊടുത്ത് വിളിപ്പിക്കേണ്ട അവസ്ഥയായിരിക്കും. അങ്ങനെ എയർ പോയിട്ടുണ്ട് റോബിൻ. എന്നാലും ഞാൻ എയർ പോകാൻ റെഡിയാണ്, ഞാൻ സംഘിയാണെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ ഞാൻ റെഡിയാണ്, ഞാൻ സംഘിയാണ് എന്ന് പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോട് മാസീവ് റെസ്പെക്ട്. കാരണം തുറന്നു പറഞ്ഞല്ലോ. ഇവിടെ പലരും ഉണ്ട്, ഏത് സംഘിയാണ് അല്ലെങ്കിൽ BJP ആശയം, RSSന്റെ ആശയം, ഹിന്ദുത്വ അല്ലെങ്കിൽ സംഘപരിവാർ ആശയമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഞാൻ BJP ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഞാനൊരു സംഘിയാണ്. എന്താ ഈ സംഘി, കൊങ്ങി, കമ്മി, സുഡാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പൊള്ളേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശയത്തിൻ്റെ സോഷ്യൽ മീഡിയ ടേമുകളായിട്ട് നിങ്ങളത് കണ്ടാൽ മതി. മനസ്സിലായോ? ഇയാൾ വന്നിട്ട് ഇയാൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്.
ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു സംഘിയാണ്, ഞാനൊരു സംഘിയാണ്, എൻ്റെ ആശയങ്ങൾ അതാണ്, എനിക്ക് ആ ഒരു ആശയത്തോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അയാൾക്ക് രാഷ്ട്രീയത്തിനുള്ള നോളേജ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്ക് അളക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ മോദിയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടോ അങ്ങനെ ഞാൻ സംഘിയായി BJP പോയി എന്നൊക്കെ അയാൾ പിന്നെ അത് പറയണം. അയാൾ എന്തൊക്കെയാണ് രാഷ്ട്രീയം, അയാളുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, രാഷ്ട്രീയത്തെക്കുറിച്ച് അയാളുടെ നോളജ് എന്തൊക്കെയാണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ പല വേദികളിലായിട്ടോ അല്ലെങ്കിൽ പലർക്കും സപ്പോർട്ടായിട്ട് ഒക്കെ ഈ വ്യക്തി സംസാരിക്കുമ്പോൾ അയാൾ ഇനി ഇയാളുടെ രാഷ്ട്രീയത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പറയാൻ പറ്റും. ടിൽ നൗ റോബിൻ വന്നിട്ട് ആരോടും ഞാൻ സംഘിയായി, എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നിങ്ങളും സംഘിയാവണമെന്ന് പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അയാൾ BJP അംഗത്വം ഇല്ല ഇപ്പോൾ എന്ന് പറയുന്നു. മേ ബി എടുക്കാൻ ചാൻസ് ഉണ്ടാവും, കാരണം സ്വയം സംഘിയായവരെല്ലാവരും BJP അംഗത്വം എടുക്കണമെന്നില്ല കേട്ടോ, അങ്ങനെയുണ്ട്. ഇത് BJPന് അംഗത്വം കിട്ടുമ്പോൾ ഒപ്പം കിട്ടുന്ന സാധനമല്ല സംഘി എന്നുള്ളത്. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ടേം, അത്രേ ഉള്ളൂ. അത് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു ടേം മാത്രമാണ്. അതൊരാളെ ബുള്ളി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. അത് ഭയങ്കര എന്താ പറയുക, ഡെക്കറേഷനായിട്ട് ഈ വ്യക്തി എടുത്തു വെച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ ചാണകത്ത് ചവിട്ടിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഇപ്പോൾ കേൾക്കുന്നതിൽ പ്രൗഡാണെന്നുള്ള റോബിൻ തന്നെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ വിളിക്കുന്നവന് വിളിച്ചിട്ട് പോകാമല്ലോ, അവിടെ വലിയ സീനില്ല. ഇനിയിപ്പോൾ റോബിൻ എവിടെയും വന്ന് ഇനി കുറ്റം പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ റോബിൻ ഏതെങ്കിലും ഒരു വേദിയിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ സംഘി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എന്ന് ചോദിക്കേണ്ടി വരും. മനസ്സിലായ? അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും പോയിട്ട് നീ എന്തിനാണ് എന്നെ സംഘി വിളിച്ചേ, ബ്രോ എന്തിനാ അങ്ങനെ വിളിച്ചതെന്നൊന്നും ആരോടും ഇനി ചോദ്യം ചെയ്യാൻ റോബിന് പറ്റൂല. അതും കൂടി റോബിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ബട്ട് ഇറ്റ്സ് ഗുഡ്, ഐ റെസ്പെക്ട്, ബിക്കോസ് വന്നിരുന്ന് സംഘിയാണെന്ന് പറയാൻ കാണിച്ച, ഞാൻ പറഞ്ഞു അത് ഗട്സ് തന്നെ വേണം. കേരളത്തിൽ സംഘിയാണെന്ന് പറയാൻ ഒരു ഗട്സ് വേണം, അതങ്ങനെയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല, അല്ലേ? നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? എന്താ പുച്ഛിക്കാൻ ഇരിക്കുന്നത്? ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു പാർട്ടിനെ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം എന്ന് പറയാം, പേടിയാണ്. കാരണം ഇനി BJP ആകണോ, ഇനി കേരളം ഇനി ഭരിച്ചാലോ? അങ്ങനെ ഒരു ദിവസം വരും, അധികം താമസിക്കാതെ വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഞാൻ അങ്ങ് പേടിച്ചു പോയത്. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ. ഇനി ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാനിപ്പോ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടേനാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറയാം, ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ എനിക്ക് 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമുണ്ട്. റീസെന്റ് ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഘിയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഘിയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്, എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്, എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്, K സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, എനിക്ക് ഈ വീഡിയോ ഭീഷണി കണ്ട് റോബിൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞ പോലെയല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഡിക്ലെയർ ചെയ്യണം, അതായത് ഞാൻ BJPയിലേക്ക് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ. അതിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ആംഗിൾ കൊടുന്ന് സെറ്റ് ചെയ്ത് വെച്ചു റോബിൻ. ഓക്കെ, ഞാൻ ഇന്ന രീതിയിലാണ് ഇത് പോർട്രേറ്റ് ചെയ്യുന്നത്, എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ എൻട്രി നടത്തുകയാണ്, അപ്പോൾ അത് BJPയിലേക്കാണ്, ഞാൻ സംഘിയാണ്. അതിന് എടുത്തു പറഞ്ഞ 1-2 പോയിന്റുകൾ സ്റ്റിൽ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. അതിൽ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, അമിത്ഷായെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, കുറച്ച് ലീഡേഴ്സിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു രാഷ്ട്രീയം ഇഷ്ടമാവുക, ഇൻസ്പയർഡായിട്ട് എനിക്ക് ആ ഐഡിയോളജി പറ്റി എന്നൊക്കെ പറയുന്നത് ദാറ്റ്സ് ഡിഫറെൻറ്റ്. അങ്ങനെ ആവണല്ലോ പൊളിറ്റിക്സ്. ഞാൻ സ്റ്റിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്നോട് വന്നിട്ട് സായി നിൻ്റെ പൊളിറ്റിക്കൽ ലീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് ഇപ്പോൾ ചൂസ് ചെയ്ത് പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ സ്റ്റിൽ ലേണിംഗ് ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ പാലിക്കുന്ന പല കാര്യങ്ങളും, പല
പല തോട്ട് പ്രോസസ്സ്, പല ഐഡിയോളജിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് എന്നെ സെൽഫ് അസസ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഒരു കമ്മ്യൂണിസ്റ്റ് ലൈനിൽ പോകുന്നൊരു പേഴ്സണൽ ലൈഫിൽ അങ്ങനെ. കാരണം ദൈവവിശ്വാസം എനിക്കില്ല, മതങ്ങളിൽ വിശ്വാസമില്ല. ഞാൻ കൂടുതൽ മനുഷ്യനെ വിശ്വസിക്കുന്നു, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നു, മനുഷ്യന്മാരുടെ അവസ്ഥകൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അങ്ങനെയാണല്ലോ ഞാൻ. ആ ഒരു ബേസിക് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ പല സാധനങ്ങളും എൻ്റെ ലൈഫിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ലൈനിൽ പോകുന്ന ഐറ്റങ്ങളാണ്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ പിണറായിസം അല്ലെങ്കിൽ ഇവിടുത്തെ പിണറായിയുടെ ഈ ഒരു ഗുണ്ടാഭരണം, അല്ലെങ്കിൽ ഇപ്പം കമ്മ്യൂണിസം ഇല്ലല്ലോ കേരളത്തിൽ, പിണറായിസം ആണല്ലോ. അങ്ങനത്തെ കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് സാഹചര്യം, പിന്നെ മൊത്തത്തിൽ ഇന്ത്യയിലുള്ള ഈ പാർട്ടിയുടെ ഒരു അവസ്ഥയും, പിന്നെ ഈ ഒരു ഐഡിയോളജി വളരെ റോങ് ആയിട്ട് പോകുന്നത് കൊണ്ടും നോട്ട് എനിമോർ എനിക്ക് അങ്ങനെ ലൈക്ക് അതിലേക്ക് ഒരു താല്പര്യമില്ല. ഓക്കെ. പിന്നെ കോൺഗ്രസ്സിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന, എനിക്ക് കണക്ഷൻസ് ഉള്ള, എന്നോട് നല്ല സൗഹൃദമുള്ള പല ലീഡേഴ്സും ഉള്ളത് കോൺഗ്രസ് പാർട്ടിയിലാണ്. കോൺഗ്രസിൻ്റെ ആശയങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് കോൺഗ്രസ്സിലെ ആശയങ്ങളോട്, ആ പാർട്ടിയുടെ ആശയങ്ങളോട് പലതിനോടും വിയോജിപ്പുണ്ടെങ്കിലും ആ പാർട്ടി അതിൽ കിട്ടുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഉൾപാർട്ടി രാഷ്ട്രീയം ഓക്കെയാണ്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ട് അത് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷേ കോൺഗ്രസിൻ്റെ ഐഡിയോളജികൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എൻ്റെ ലൈഫിൽ കീപ്പ് ചെയ്യുന്ന കുറേ എത്തിക്സ് ആൻഡ് ഐഡിയോളജി ഒന്നും ഈ പാർട്ടീൻ്റെ ഐഡിയോളജി ആയിട്ട് മാച്ച് ചെയ്യില്ല. അത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് മാച്ച് ചെയ്യുക. പക്ഷേ ആ പാർട്ടിയുടെ നേതാക്കന്മാരോ പാർട്ടിയുടെ ഒരു അവസ്ഥയോ വെച്ച് നോക്കുമ്പോൾ ഐഡിയോളജി മാച്ച് ആവുന്നുണ്ടെങ്കിലും നമുക്കത് നാളെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. പക്ഷേ കമ്മിങ് ടു ഈ പറഞ്ഞ കോൺഗ്രസ്സിലേക്ക് വരുന്ന സമയത്ത് നേതാക്കന്മാരൊക്കെയാണ്, പാർട്ടിയുടെ ഐഡിയോളജി ഒരു 50-50 ആണ്. നാളുകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി 50-50 ചാൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. സംഘപരിവാറിനെ എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. സംഘപരിവാറിൻ്റെ ഒരു ആശയവും എനിക്ക് എടുക്കാൻ പറ്റില്ല. BJP, RSS, സംഘപരിവാർ, ഈ മൊത്തം ഈ ഒരു ഹിന്ദുത്വ സാധനം അതെനിക്ക് അൺആക്സെപ്റ്റബിൾ ആണ്. ഞാൻ എന്നും എതിർക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എന്നും എതിർത്ത് നിൽക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുള്ളൊരു സാധനമാണത്. ഓക്കെ. അപ്പോൾ അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല, എനിക്ക് ഒട്ടും യോജിച്ച് പോകാൻ പറ്റില്ല. ബട്ട് വിത്ത് ഓൾ റെസ്പെക്റ്റ്, എതിർക്കുന്നതും യോജിപ്പില്ല എന്ന് പറയുന്നതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്തിട്ടാവണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ് ഞാൻ. ഈ അക്രമം അല്ലെങ്കിൽ വയലൻസ് ഇതിൻ്റെ ലൈനിലല്ല ഞാൻ പറയുന്നത്. എല്ലാം ഒരു കൈൻഡ് ഓഫ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയില്ല, അതുപോലെയാണ് രാഷ്ട്രീയത്തിലും ഒരു സാധനം കീപ്പ് ചെയ്യണം. സോ സ്റ്റിൽ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊളിറ്റിക്കൽ ലീനിങ് എന്താണെന്നുള്ളത് ഞാൻ സെൽഫ് എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. കാരണം നമ്മളൊരു പിച്ച് പെർഫെക്റ്റ് ചാട്ടമാവണം രാഷ്ട്രീയത്തിൽ. എനിക്ക് ഡെഫിനറ്റ്ലി ഞാൻ ഫ്യൂച്ചറിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം ഞാൻ എന്തായാലും ഓപ്റ്റ് ചെയ്യും. കാരണം ഒരുപാട് ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഓരോ വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു രാഷ്ട്രീയം വേണം. ഓക്കെ. ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിലേ നാളെ നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി സോളിഡായിട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്ത പക്ഷം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ വെച്ചിട്ടും നമുക്ക് പല രീതിയിലുള്ള ഓപ്പോസിറ്റ് തിരിച്ചടികൾ വരും. അത് നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഭയങ്കര പാടായിരിക്കും. ഒറ്റയ്ക്ക് നിന്ന് അത് കുറച്ച് ടഫാണ്. അപ്പോൾ അതിലും നല്ലത് കുറച്ച് ടൈം എടുത്ത് നോക്കി, ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഇവരുടെ നേതാക്കന്മാരുടെ ഈ ഒരു അവസ്ഥയൊക്കെ മാറി പാർട്ടി കുറച്ചും കൂടി അടിപൊളിയായി, പാർട്ടിയുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക, നല്ല നേതാക്കന്മാരുടെ ഒരു ഫേസ് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതും ഞാൻ വെൽക്കം ചെയ്യാൻ റെഡിയാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഐഡിയോളജി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയും പിന്നെ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ ഗ്രൂപ്പ് കളികളും ഈ പരിപാടികളൊക്കെ ഒന്ന് മാറി ആ പാർട്ടിക്കകത്തൊരു യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഞാൻ ഓപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ബട്ട് നോട്ട് സംഘിസം. BJP പാർട്ടി നടക്കൂല എനിക്ക്. സോ ഫ്യൂച്ചറിൽ എന്താണെങ്കിലും ഞാനും ഒരു ടൈം ആവുമ്പോൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം എൻ്റെത് ഞാൻ നിങ്ങളെ അറിയിക്കും. കാരണം ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. പിന്നെ അതെൻ്റെ രാഷ്ട്രീയമാണെന്ന് വെച്ചതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം വെച്ച് പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ പറയും, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ മനുഷ്യന്മാരെ ഡിവൈഡ് ചെയ്ത് കാണുന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ട് വരും. ഓക്കെ. പക്ഷേ ഇത് റോബിൻ്റെ കേസിൽ
I don't know how much research he have done, how much time he have taken. രാഷ്ട്രീയം ചൂസ് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കണം, കുറച്ചധികം സമയം എടുത്തേ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ പല തലങ്ങളും നമ്മൾ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ കോൾ. ഓക്കെ, ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 50-50 ചാൻസാണ് എനിക്ക് കോൺഗ്രസ്സിൽ. മേ ബി കോൺഗ്രസ് പോവോ, അല്ലെങ്കിൽ നീ ഒരു കോൺഗ്രസ്സുകാരനായി മാറുമോ, നീ ഒരു കോൺഗ്രസ് അനുഭാവിയാവുമോ എന്ന് ചോദിക്കുന്നത് 50-50 ചാൻസാണ്. കമ്മ്യൂണിസ്റ്റ് ലൈനിൽ ചോദിക്കുന്നവരോട് ഞാൻ പറയും ഒരു 30-70 ചാൻസാണ്. 30% ഞാൻ ആ ഒരു ആശയം, ഞാൻ ലൈഫിൽ ആ ഒരു ആശയത്തിലൂടെ പോകുന്ന ഒരാളാണ്. ബട്ട് ഇപ്പോഴത്തെ കമ്മ്യൂണിസം അല്ല അത്. പണ്ട് മുതൽ ഒരു മനുഷ്യനായി ജീവിക്കുന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മനുഷ്യനാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഫേസ് ഉണ്ട്. അതാണ് അത്. ഇപ്പോഴത്തെ രാഷ്ട്രീയം എലമെൻറ്റ് വെച്ചിട്ട് അത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഫേസ് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു 70-30 ചാൻസ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ലൈനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. 50-50 ഞാൻ കോൺഗ്രസ്സിന് വെച്ചിട്ടുണ്ട്. BJPക്കും സംഘപരിവാറിനും 0 ആണ്. അതിനപ്പുറത്തേക്കില്ല. നെഗറ്റീവ് കൊടുക്കാൻ പറ്റിയ നെഗറ്റീവും കൊടുക്കാൻ റെഡിയാണ് എൻ്റെ ഒരു സംഗതിയിൽ. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സ് ഇവിടെ ഇതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതാണ് റോബിൻ്റെ രാഷ്ട്രീയം പറഞ്ഞപ്പോഴുള്ള കമൻറ്റ് ബോക്സ്. ഇതിനകത്ത് ദിൽഷയുടെ കാര്യം എന്തിനു പറയുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സുനിത ദേവദാസ് വത്തക്ക വന്നിട്ട് ഇതിനകത്ത് ഇരുന്നിട്ട് ദിൽഷ ആയിരുന്നു ശരിയെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇത്? റോബിൻ വന്നിട്ട് കമ്മിയാണ്, ഞാനൊരു പിണറായി ഭക്തനാണ് എന്നൊക്കെ പറയുന്നതെങ്കിൽ അവിടെ സുനിത ദേവദാസ് 2 തീയും പന്തും സഖാവേ എന്ന് വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പോയി. അപ്പോൾ ഇതാണ് റോബിൻ്റെ ലൈന്. ഓക്കെ, ഇനി വരുന്നത് ഉണ്ണി മുകുന്ദനിലേക്കാണ്. ഉണ്ണി മുകുന്ദൻ്റെ ലൈനിലേക്ക് വരുമ്പോൾ ഉണ്ണി മുകുന്ദൻ എവിടെയും എൻ്റെ അറിവിൽ രാഷ്ട്രീയം എന്താണെന്നുള്ളത് കറക്റ്റായി പറഞ്ഞിട്ടില്ല. ഓക്കെ, അയാളുടെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ മാവന്ത് നമ്മളുടെ മോദിയുടെ മറ്റേ ബയോപിക് സിനിമയൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒക്കെ ഒരു ഫേസിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ, അതിൻ്റെയൊക്കെ അനൗൺസ്മെൻ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒന്നും കൂടിയും ഈ BJP സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ണി മുകുന്ദൻ വരുന്നുള്ളത് ചിലപ്പോൾ സോളിഡായിട്ട് അങ്ങോട്ട് വെക്കാനുള്ള സാധ്യത കൊണ്ടായിരിക്കണം ഈ ഒരു സംഗതി ന്യൂസുകാരെടുത്ത് വെച്ചത്. പിന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞു കേൾക്കുന്നത് BJP ഏതോ ഒരു സെൻട്രലൈസ്ഡ് ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏജൻസി ഇവിടെ പഠനങ്ങൾ നടത്തിയിട്ട് BJP നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ആരൊക്കെ വരണം എന്നുള്ളത് അവരുടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയ്ക്കകത്ത് ഒരുപാട് പേരുണ്ട്. അതിനകത്തുള്ള ആളുകളാണ് ഈ പറഞ്ഞ സെലിബ്രിറ്റി മുഖങ്ങൾ. ഇപ്പോൾ BJPക്ക് ആയിരിക്കണമല്ലോ, അങ്ങനെയാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്നത്. BJPക്ക് ആയിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി മുഖങ്ങൾ അവർ സ്ഥാനാർത്ഥികളായിട്ട് വെക്കാൻ പോകണമെന്നുള്ളത്. കാരണം റിട്ടയർഡ് പോലീസുകാർ, ജഡ്ജിമാർ, സിനിമാക്കാർ, അങ്ങനെ ആൾക്കാരൊക്കെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കയറ്റുന്നത് അവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഈ ഒരു കൈൻഡ് ഓഫ് പോളിട്രിക്ക് കളിക്കുന്നവരായതുകൊണ്ടും മേ ബി കേരളത്തിൽ അവർ തന്നെ ആയിരിക്കും അങ്ങനത്തെ ഒരു സാധനം എടുത്ത് വെക്കുക എന്നുള്ളൊരു ചിന്ത നമുക്കുള്ളത് കൊണ്ടും പല പേരുകൾ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കും. ബട്ട് കുറേ വർഷങ്ങളായിട്ട് BJPക്ക് വേണ്ടി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരുപാട് BJP പ്രവർത്തകർ കേരളത്തിലുണ്ട്. കുട്ടി നേതാക്കന്മാർ, വളർന്നു വരുന്ന നേതാക്കന്മാരുണ്ട്. അവർക്കൊന്നും ടിക്കറ്റ് കൊടുക്കാതെ ഇതേപോലെ സെലിബ്രിറ്റീസിനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ BJP ഇനിയും കേരളത്തിൽ പൊട്ടക്കുളത്തിൽ തവളയായിട്ടിരുന്ന എന്നാണ് കരയേണ്ടി വരും. അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ അതങ്ങനെ. ഇനി അഖിൽമാരാരുടെ കേസ്, അഖിൽമാരാരുടെ ലൈനിലേക്ക് വരുമ്പോൾ അഖിൽമാരാർ കൃത്യമായിട്ട് ഞാൻ തന്നെ പല കോൺഗ്രസ് വേദികളിലും ഇപ്പം ഞാൻ പങ്കെടുത്ത കുറച്ച് കോൺക്ലേവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ ഫ്യൂച്ചർ പൊളിറ്റിക്സ് എന്നുള്ളൊരു കോൺക്ലേവ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനും ഭാഗമായിട്ടുണ്ട്. കാരണം മാത്യു ഒക്കെ ഒരു വിഷനുള്ള ലീഡറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. റിഗാർഡ്ലെസ് ഓഫ് പാർട്ടി ഓർ രാഷ്ട്രീയം, ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഹ്യൂമൻ ബീങ് പ്ലസ് അയാളുടെ രാഷ്ട്രീയ തോട്ടുകൾ, ദാറ്റ്സ് ബിയോണ്ട് കോൺഗ്രസ് എന്താ പറയുക ഐഡിയോളജി. അയാൾക്കൊക്കെ ഒരു വിഷൻ ഉണ്ട്. അപ്പോൾ എനിക്കതൊക്കെ പേഴ്സണലി അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അപ്പം അങ്ങനത്തെ സമയങ്ങളിലൊക്കെ അഖിൽമാരാർ അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് അവിടെ ഉണ്ട്. ഇനി അതിനുപരി വീണ്ടും പല കോൺഗ്രസ് വേദികളിലും അഖിൽമാരാറെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ അഖിൽമാരാർക്കൊരു സീറ്റ് എന്നുള്ളത് ഡെഫിനറ്റ്ലി അഖിൽ കുറച്ച് കാലമായിട്ട് ഈ രാഷ്ട്രീയം കൃത്യമായിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. കോൺഗ്രസിൻ്റെ മൗത്ത് പീസ് ആവാറുണ്ട് അഖിൽമാരാർ പലപ്പോഴും. അപ്പം അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ അഖിൽമാരാർക്കൊരു സീറ്റ് എന്നുള്ളത് ഈവൻ അയാൾക്ക് താല്പര്യമുള്ളൊരു കാര്യമാണെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം തന്നെ അടിയും പിടിയും വലിയാണ് കോൺഗ്രസ് പാർട്ടീൻ്റെ ഏറ്റവും വലിയ, എനിക്കിതാണ് കോൺഗ്രസ് പാർട്ടിയോട് ഏറ്റവും വലിയുള്ള സീറ്റ്. ഇപ്പോൾ അഖിൽമാരാർക്ക് ഒരു സീറ്റ് എന്ന് പറഞ്ഞുള്ള പ്രചരണമൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത്, ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഡിക്ലറേഷനൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എന്താ,
മുഖ്യമന്ത്രി അടുത്ത ജയിച്ചു, അടുത്ത ഇലക്ഷൻ കോൺഗ്രസ് ജയിച്ചു. മുഖ്യമന്ത്രി കസാലയ്ക്ക് അടിപിടിയായിരിക്കും ഈ പാർട്ടിക്കകത്ത്. BD വരൂ, രമേശ് ചെന്നിത്തല വരൂ, സുധാകരൻ, കുറേ ആളുണ്ടല്ലോ ഇതിനകത്ത്. മനസ്സിലായോ? ഇതിനകത്ത് ഞാൻ എവിടെയും ഇതുവരെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കഴിച്ചിലാവണമെങ്കിൽ ഞാൻ പറയുന്നത് എന്താ അറിയോ, ഒരു എക്സ്പയറി ഡേറ്റ് വെക്കണം ഒരു പൊളിറ്റീഷ്യന്. കോൺഗ്രസ് പാർട്ടി എല്ലാ പാർട്ടിയും വെക്കണം, പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി അത് വെക്കണം. ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചിട്ട് അതിനകത്ത് എക്സ്പയർ ആവാൻ പറയണം അയാളുടെ പൊളിറ്റിക്കൽ കരിയർ ഒരു നേതാവിനോട്. എന്നിട്ട് ബാക്കിലിരുന്ന് യുവത്വങ്ങളെ തള്ളി വിടാൻ പറയണം. ഇതല്ല ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടീൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തലമൂത്ത നേതാക്കന്മാർ ഇപ്പോഴും എല്ലും കഷ്ണത്തിന് കടികൂടുന്ന മാതിരി അധികാരത്തിന് വേണ്ടി കടികൂടുകയാണ്. BJP അതേസമയം അവിടെ വേറൊരു ഡിഫറെൻറ്റ് ഗെയിമാണ് കളിക്കുന്നത്. നാഷണലി അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന 3-4 ലീഡേഴ്സിനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ യങ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഇറങ്ങി യങ് ബ്രിഗേഡ്സിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു. അതൊരു വല്ലാത്ത സ്ട്രാറ്റജി. ഈ കോൺഗ്രസ്സിന് അതുണ്ട്, പല മുഖങ്ങളുണ്ട്. മാങ്ങാണ്ടി നിങ്ങൾ ഒഴിവാക്കി, രാഹുൽ മാങ്ങാണ്ടി അല്ലാതെ ഒരുപാട് മുഖങ്ങൾ കേരളത്തിൽ കോൺഗ്രസ്സിനുണ്ട്. പക്ഷെ അവർ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് പേരെ മാത്രമേ വിസിബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ. വൈ? ബിക്കോസ് ആരും സ്വയം എക്സ്പയർ ആവാൻ റെഡിയല്ല കോൺഗ്രസ് നേതാക്കന്മാർ, പലരും മുതിർന്ന നേതാക്കന്മാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെരി അൺഫോർച്ചുനേറ്റ്ലി ഒറ്റ നേതാവിൽ മാത്രം ചുറ്റിപ്പറ്റി പോകുന്നു. അത് പിണറായി വിജയനാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കാണിക്കാൻ യങ് ഫേസുകളില്ല, ഉള്ളതൊക്കെ ജോക്കർ മുഖങ്ങളാണ്. സ്വയം സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും വന്നിരുന്ന് കോമാളി കളിച്ച് കോമാളിയാവുന്ന കുറേ മുഖങ്ങൾ. യഥാർത്ഥത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് എവിടെയും അത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു ലൈനാണ്, അതിന് വിസിബിലിറ്റി കിട്ടില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസത്തിന് വേണ്ടി നിന്ന് ആ പാർട്ടിയുടെ ഐഡിയോളജിയിൽ നിന്ന് വർത്താനം പറയുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിസിബിലിറ്റി സോഷ്യൽ മീഡിയയിൽ കുറവായിരിക്കും, 10 ആൾ അറിയുന്നത് കുറവായിരിക്കും. മനസ്സിലായോ? എന്നാലും പ്രൊജക്റ്റ് ചെയ്യാൻ മുഖങ്ങളില്ല. ഒരു പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ളതൊക്കെ ഡമ്മി ഫേസുകളാണ്. ഈവൻ റിയാസ് ഒരു അങ്ങനെ പറഞ്ഞു പോകാന്നല്ലേ ഉള്ളൂ, അതിനപ്പുറം ഇല്ല. ഒരു ജനറേഷൻ ഷിഫ്റ്റ് കാണുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അതിപ്പോൾ കേരളത്തിൽ പോസിബിൾ ആയിട്ടുള്ളത് കോൺഗ്രസ്സുകാർക്കാണ്. പക്ഷേ ഇവരിത് ചെയ്യോ ഇല്ല എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അവിടെയാണ് കോൺഗ്രസിൻ്റെ പല ടൈമിലും ഞാൻ ആ ഒരു പാർട്ടിയോട് എൻ്റെ വിയോജിപ്പ് വരുന്നത്. മുതിർന്നവരും മൂത്തവരും അവിടെ കടിച്ചു പിടിച്ചിരിക്കും, അപ്പുറത്ത് ഒരാളെ കടിച്ചു പിടിച്ചിരിക്കും, അവിടെ ഒരു ലോഡ് ആൾക്കാരെ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. ഈ 2 സ്ഥലത്തും ചിലപ്പോൾ BJP ക്യാഷിൻ ചെയ്യും. അവിടെയാണ് അവർ ഈ സെലിബ്രിറ്റി മുഖങ്ങളെ ചിലപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ട് ഈ നാട്ടിലുള്ള യങ് ആയിട്ടുള്ള ജെൻസി ക്രൗഡ് അടക്കം 18 കഴിഞ്ഞ ഒരു ന്യൂജൻ ക്രൗഡിന് അവർക്ക് ഈ പറഞ്ഞ പോലെ പഴയ മുഖങ്ങളെ താല്പര്യം ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല, അവരെ അറിയുന്നുണ്ടാവില്ല ആരാ എന്താണെന്നുള്ളതൊന്നും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വോട്ട് കൂടുതൽ മറയ്ക്കാനോ അല്ലെങ്കിൽ ഒരു യങ് സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ട് വേറൊരു തരം ഗെയിമിനോ BJP ശ്രമിച്ചാലും അവർ ശ്രമിക്കും. അവർ ചെയ്തിട്ടുണ്ട്. അവരത് നോർത്തിൽ ചെയ്ത് പയറ്റിയ സാധനം അവരിവിടെ പയറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ റോബിനെ പോലെ വന്നവർ ഇതേപോലെ ഒരു യങ് ഫേസിൻ്റെ ഒരു നിര തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, BJPയിലേക്ക് ചാടാനും സ്വയം സംഘി പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള ചാൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയം ചോദിക്കുന്നവർക്കും എൻ്റെ പൊളിറ്റിക്കൽ ലീനിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും എന്താണ് സായിക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഇതാണ് എൻ്റെ മൈൻഡിലുള്ളത് ഇതുവരെ. ഓക്കെ, ഒരു പ്രോപ്പർ പൊളിറ്റിക്കൽ ലീനിങ്ങിലേക്ക് ഞാൻ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ളതും ഏറെക്കുറെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം, ബിക്കോസ് എനിക്ക് പഠിക്കണം, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, കാരണം കോളേജ് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ നാട്ടിലെ രാഷ്ട്രീയത്തിലോ ഒന്നും ഇറങ്ങി പ്രവർത്തിക്കാത്ത ഒരാളാണ് ഞാൻ. ഫൈൻ. അങ്ങനെയുള്ളൊരു സമയത്ത് എനിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഫേസിൽ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ് വന്നിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ നാട്ടിലെ പ്രശ്നങ്ങൾ, നാടിൻ്റെ പ്രശ്നങ്ങൾ ഇതിലൊക്കെ ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും നിങ്ങളുമായിട്ട് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഷെയർ ചെയ്യുന്നതും. അപ്പോൾ എനിക്ക് എടുത്തുചാട്ടം ഒരിക്കലും പറ്റില്ല. ഐ ഹാവ് ടു സ്റ്റഡി എ ലോട്ട്. എനിക്ക് ഒരുപാട് പഠിക്കണം. ഞാൻ ആ പ്രോസസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. റൈറ്റ് ടൈം ആകുമ്പോൾ ഞാൻ പറയും.